بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസപരവും കർമ്മപരവുമായ അടിത്തറയിൽ ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുത്ത ശേഷം അവർക്ക് കുടുംബപരവും സാമ്പത്തികവുമെല്ലാമായ നിയമങ്ങൾ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച പല റോളുകളിലൊന്ന് ഒരു ഭരണാധികാരിയുടെയും ഒരു ന്യായാധിപന്റെയും റോളാണ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മദീന ഒരു രാജ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമികമായ നിയമങ്ങൾ പ്രകാരം കെട്ടിപ്പടുത്തുകൊണ്ടുവരികയായിരുന്നു. അവിടെ ആ രാജ്യത്തിന്റെ തലവനായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലതരത്തിലുള്ള മനുഷ്യർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴിൽ അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സഹാബിമാരുണ്ടായിരുന്നു, വിശ്വാസികൾ, അവരുടെ കുടുംബങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വിശ്വാസികളായി അഭിനയിച്ച മദീന ഒരു ഇസ്ലാമിക രാഷ്ട്രമായി തീരുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാജ്യത്തിൻ്റെ തലവനാവുകയും നിരവധി യുദ്ധങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിക്കുകയും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിമായി ജീവിക്കുന്നതാണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യം. ഭൗതികമായി തങ്ങൾക്ക് അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് കരുതി വിശ്വാസികളായി അഭിനയിച്ച കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ എന്നൊക്കെ സാങ്കേതികമായി അറിയപ്പെട്ട മനുഷ്യർ, അവർ ആ ഭരണകൂടത്തിന് കീഴിൽ അവിടെ തന്നെ ജീവിക്കുന്നുണ്ടായിരുന്നു. അവർ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളായി തന്നെ മുസ്ലിങ്ങളുടെ കൂടെ പള്ളികളിൽ വന്നും പരസ്യമായ ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിച്ചുമൊക്കെയാണ് ജീവിച്ചിരുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഇവരെ പറ്റിയുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല, അവർ അഭിനയിക്കുകയാണ്. അവർ പ്രവാചകനെയും അനുചരന്മാരെയും വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ സ്വഭാവങ്ങൾ ഇന്നതൊക്കെയാണ് എന്നൊക്കെ പറയുന്ന അവരുടെ ഗൂഢാലോചനകളും അവരുടെ ഉപജാപങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരുപാട് വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇതേപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ജൂതന്മാർ, ജൂതഗോത്രങ്ങൾ, അവരും മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണാധികാരത്തിന് കീഴിൽ തന്നെ ജീവിക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ സ്വാഭാവികമായും ആ നാടിൻ്റെ തലവൻ എന്ന നിലയിൽ, നാട്ടിലെ ഭരണാധികാരി എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കാണ് പല തർക്കങ്ങളിലും കേസുകളിലുമൊക്കെ വിധി പറയാൻ വേണ്ടി കടന്നു വരാറുണ്ടായിരുന്നത്. സ്വാഭാവികമായും എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിരുന്നവർക്ക് ശിക്ഷകൾ വിധിച്ചിരുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ ആ തർക്കങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സമീപിച്ചിരുന്നത്. ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ന്യായാധിപ ചുമതല കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വഹിച്ചിരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി തന്നെയായിരുന്നു മദീനയിലെ കോടതി. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പലതരത്തിൽ മനുഷ്യർ വരും. അതിൽ സ്വാഭാവികമായും വിശ്വാസികളുണ്ടാകും, മുനാഫിക്കുകളുണ്ടാകും, യഹൂദന്മാരുണ്ടാകും. ഇങ്ങനെ പലരും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയും തർക്കങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ ഏറ്റവും നീതിയോടുകൂടി, ഏറ്റവും ന്യായത്തോടുകൂടി, ഏറ്റവും സത്യസന്ധതയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ, ഓർമ്മിപ്പിച്ചതുപോലെ ഒരു മനുഷ്യനാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യ കാര്യങ്ങളൊന്നും അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേർ തർക്കത്തിൽ ഏർപ്പെട്ടാൽ, എന്തെങ്കിലും ഒരു തർക്കവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മാതൃകാപരമായ രീതിയിൽ രണ്ട് ഭാഗവും കേൾക്കും. അത് പൂർണ്ണമായി കേട്ടതിന് ശേഷം, വളരെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്തതിന് ശേഷം, ആരുടെ ഭാഗത്താണ് ന്യായമുള്ളത് എന്ന് വിലയിരുത്തിയ ശേഷം ആ ന്യായത്തെ വളരെ നീതിയുക്തമായി അതിൻ്റെ കൂടെ നിൽക്കുകയും അവർക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത്. ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിനിഷ്ഠക്ക് ഉദാഹരണമായി നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനീതിയുടേതായ ഒരു നിലപാടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും സ്വീകരിക്കുകയില്ലായിരുന്നു. ഈ അതിൽ, നീതി, ജസ്റ്റിസ് എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും മൗലികമായ താല്പര്യങ്ങളിൽ ഒന്നാണ് എന്ന കാര്യം പരിശുദ്ധ ഖുർആനും ഹദീസുകളും പല രീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു തർക്കം ഉണ്ടാകുന്നത് ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലാണെങ്കിൽ പോലും, ഒരു ഭാഗത്തൊരു വിശ്വാസിയും മറുഭാഗത്തൊരു യഹൂദനുമാണെങ്കിൽ പോലും അവിടെ
സത്യം എവിടെയാണ്, ന്യായം എവിടെയാണ്, നീതി എവിടെയാണ് എന്ന കാര്യം മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിക്കാറുണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ വർഗീയമായി, വംശീയമായി അല്ലെങ്കിൽ ഗോത്രീയമായി ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ആരുടെയെങ്കിലും കൂടെ നിൽക്കുക അല്ലെങ്കിൽ എപ്പോഴും മുസ്ലിമിന്റെ കൂടെ നിൽക്കുക എന്നതായിരുന്നില്ല ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോടതിയുടെ സ്വഭാവം. ഒരു ഇസ്ലാമിക രാജ്യം, യഥാർത്ഥത്തിലുള്ളൊരു ഇസ്ലാമിക രാജ്യം, ആ ഇസ്ലാമിക രാജ്യത്തെ കോടതി എപ്പോഴും നീതിയുടെ ഉറവിടമായിരിക്കുമെന്ന് പ്രായോഗികമായി പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിം പ്രജകൾക്ക്, ദിമ്മികൾക്ക് നീതി എപ്പോഴും ലഭിക്കണം, ന്യായം ലഭിക്കണം, അവരോട് അനീതി ഉണ്ടാകരുത്, അവരോട് അതിക്രമം ഉണ്ടാകരുത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വളരെ മൗലികമായ അധ്യാപനങ്ങളിൽ ഒന്നാണ്. എന്തായിരുന്നാലും ഇവിടെ ഇതേപോലെയുള്ള ഒരു സംഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സൂറത്തുൻ നിസാ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ സൂറത്തുൻ നിസായിലെ 105 മുതൽക്കുള്ള വചനങ്ങൾ ഇതേപോലെയുള്ളൊരു പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അവതരിച്ചത് എന്ന് ഒരുപാട് നിവേദനങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما واستغفر الله إن الله كان غفورا رحيما ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. ഇവിടെ അള്ളാഹു പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ, ഈ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ നാം അങ്ങേക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്, അങ്ങയെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുന്നത് നീതിയോടുകൂടി ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുവാനാണ്. അങ്ങൊരിക്കലും വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കരുത്, അവരുടെ പ്രതിനിധിയായി അങ്ങ് മാറരുത്. ഇവിടെ യഥാർത്ഥത്തിൽ സത്യം പറയുന്ന ആരാണോ ആ സത്യം പറയുന്ന ആളുടെ കൂടെ മുഖം നോക്കാതെ അങ്ങ് നിൽക്കണം. വഞ്ചകനായിക്കൊണ്ട് അങ്ങയെ കബളിപ്പിക്കുവാൻ ശ്രമിക്കുന്ന, വാദമുഖങ്ങൾ ഉയർത്തി അസത്യം കോടതിയിൽ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന ആളുടെ കൂടെ ഒരിക്കലും അങ്ങ് നിൽക്കരുത് എന്ന് കർക്കശമായി പറയുന്നതാണ് പരിശുദ്ധ ഖുർആനിലെ ഇതിലെ വചനങ്ങൾ. ഇവിടെ ഖുർആൻ ഇത് പറയുന്നതിൻ്റെ ഒരു സാഹചര്യം നിവേദനങ്ങൾ സൂചിപ്പിക്കുന്നത് മദീനയിൽ പ്രമാദമായ ഒരു മോഷണം നടന്നു. ഈ മോഷണം നടന്നത് നിവേദനങ്ങൾ എല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സഹാബിയുടെ പടയങ്കിയാണ്, ആ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് മോഷണം പോയത്. അവിടെ ദാരിദ്ര്യമുള്ള കാലമായിരുന്നു. പലപ്പോഴും ഷാമിൽ നിന്നും മറ്റും കച്ചവട സംഘങ്ങൾ വരുമ്പോൾ ഗോതമ്പും ബാർലിയും ഒക്കെ അപൂർവമായി മദീനയിലെ മാർക്കറ്റിൽ എത്തുമ്പോൾ ജനങ്ങൾ പോയി അത് വാങ്ങുമായിരുന്നു. ഈ സഹാബി ഇതേപോലെ ധാന്യപ്പൊടി വാങ്ങുകയും ആ ധാന്യപ്പൊടി തൻ്റെ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ച അതേ സ്ഥലത്ത് തന്നെ ഈ ധാന്യപ്പൊടിയും കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ പൊടിയെടുക്കാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോൾ പൊടി അവിടെ ഇല്ല എന്ന് മാത്രമല്ല, ആ പൊടിയുടെ കൂടെ അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആയുധങ്ങളടക്കം കളവ് പോയിരുന്നു. നമ്മൾ ഈ പടച്ചട്ട എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകൂല. ശരിക്ക് അവരുടെ ഒരു എക്കോണമിയിൽ ഒരാളുടെ പടച്ചട്ട എന്നൊക്കെ പറയുന്നത്
അത്രയും വലിയൊരു പ്രോപ്പർട്ടി ആയിരുന്നു, വളരെ വിലപിടിപ്പുള്ള, വിറ്റാൽ അത് അത്രയധികം വില കിട്ടുന്ന, യുദ്ധങ്ങളിൽ ഉപയോഗിക്കാൻ പിന്നെയൊന്ന് വാങ്ങണമെങ്കിൽ അത്രയും ചെലവഴിക്കേണ്ടി വരുന്ന, നമ്മൾ ഈ യുദ്ധാർജിത സ്വത്ത് എന്നൊക്കെ പറയുമ്പോൾ യുദ്ധാർജിത സ്വത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇനം പടച്ചട്ടയായി തീരുന്നത് അത് അത്രയും മൂല്യമുള്ള വിലയുള്ള ഒരു വസ്തുവായി മാറിയത് കൊണ്ടാണ്. അതിന്റെ വില മാത്രമല്ല, യുദ്ധങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിൽ അതിന്റെ ഒരു വാല്യൂ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആണ്. അപ്പൊ ഈ സഹാബി സ്വാഭാവികമായി പരാതിയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചതാണ്. ഇതിന്റെ പശ്ചാത്തലം സ്വാഭാവികമായി അവിടെ അവർക്ക് സംശയമുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബം അവിടെ ഉണ്ടായിരുന്നത് മുനാഫിക്കായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ദാരിദ്ര്യം ഉണ്ടായിരുന്നു. മോഷണം എന്നൊക്കെ പറയുന്നത് അയാൾ സാധാരണ ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യമാണ്. സാഹചര്യ തെളിവുകളിൽ നിന്ന് അയാളാണ് ഇതും മോഷ്ടിച്ചത് എന്ന കാര്യം ഈ സഹാബിക്കും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹം ഇത് ചെന്ന് ഇയാളോട് ചെന്ന് ചോദിക്കുന്നു. അയാളത് ശക്തമായി നിഷേധിക്കുന്നു. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഈ സഹാബി പറയുന്നുണ്ട്, ഈ ഭക്ഷണധാന്യം, ആ ധാന്യപ്പൊടി നീ എടുത്തു, അതെനിക്ക് വേണ്ട, അതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഈ പടച്ചട്ട, വാള്, ഈ ആയുധങ്ങൾ അതെനിക്ക് തിരിച്ചു തരണം, അതെനിക്ക് വളരെ അത്യാവശ്യമാണ്, അത് അത്രയും വിലപിടിപ്പുള്ള വസ്തുക്കളാണ് എന്നൊക്കെ ആ സഹാബി പറഞ്ഞു നോക്കിയെങ്കിലും ഞാൻ ഒന്നും എടുത്തിട്ടില്ല, നീ എൻ്റെ പേരിൽ കളവ് ആരോപിക്കുകയാണ് എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായൊരു രംഗം അയാൾ ഉണ്ടാക്കുകയും മുസ്ലിമായ എന്നെ, കാരണം അയാൾ മുസ്ലിമായ അഭിനയിച്ചാണ് അവർക്കിടയിൽ ജീവിക്കുന്നത്, മുസ്ലിമായ എനിക്കെതിരിൽ ഇങ്ങനെയൊരു കുറ്റാരോപണം ഉന്നയിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിച്ച എന്നെ അപമാനിക്കുകയാണ് നീ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെപ്പറ്റി നിവേദനങ്ങളിൽ നമുക്ക് കാണാം. അയാൾ മുനാഫിക്കായിരുന്നു എന്ന് മാത്രമല്ല, മദീനയിലെ സഹാബിമാരെ അധിക്ഷേപിച്ച് കവിതകൾ എഴുതിയിരുന്ന, കവിതകൾ ആലപിച്ചിരുന്ന ആളാണ്. പക്ഷേ ആ കവിതകൾ അയാൾ സ്വന്തം നിലക്ക് ആലപിക്കുന്നതിൽ അനൗചിത്യം മനസ്സിലാക്കിക്കൊണ്ട്, മുസ്ലിമാണ് എന്ന് അറിയപ്പെടുന്ന ഒരാൾ ഒരിക്കലും സഹാബിമാരെ അപലപിച്ച് കവിതകൾ എഴുതില്ലല്ലോ, അവരെ അഭിശംസിച്ചുകൊണ്ട് കവിതകൾ എഴുതില്ലല്ലോ. അപ്പോൾ അയാൾ സ്വന്തമായി കവിതകൾ കെട്ടിയുണ്ടാക്കുകയും അറേബ്യയിൽ അറിയപ്പെട്ടിരുന്ന ഏതെങ്കിലും ആളുകളിലേക്ക് ഈ കവിതകൾ ചാർത്തിക്കൊടുക്കുകയും ഇത് അവരെ എഴുതിയതാണ്, അവരിങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഈ കവിതകൾ ആലപിക്കുകയും അങ്ങനെ സഹാബിമാരെ വരെ അപമാനിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്ന ധാരണ സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇയാളത് ശക്തമായി നിഷേധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോടതിയിൽ കാര്യങ്ങൾ എത്തി, രണ്ട് കക്ഷികളെയും ഹാജരാക്കി, വാദം വളരെ ശക്തമായി നടന്നു. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാളുടെ വർത്തമാനങ്ങൾ കേട്ട് അയാളത് എടുത്തിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ചില നിവേദനങ്ങളിലൊക്കെ നമുക്ക് കാണാം, ഇയാൾ ഈ പടയങ്കി അത് പിടിക്കപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ സംശയത്തിന്റെ മുനകൾ മുഴുവൻ അയാളിലേക്കാണ് നീളുന്നത് എന്ന് മനസ്സിലായപ്പോൾ അയാൾ അത് കൊണ്ടുപോയി ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ ജൂതനാണ് ഇത് മോഷ്ടിച്ചത് എന്ന തരത്തിൽ അയാൾ നാട്ടിൽ ആകെ പ്രചരിപ്പിക്കുകയും അങ്ങനെ ആ ജനങ്ങൾ പോയി ആ ജൂതന്റെ വീട് തെരഞ്ഞപ്പോൾ ആ വീട്ടിനുള്ളിൽ നിന്ന് ഈ പടയങ്കി കിട്ടുകയും ആ പടയങ്കിയുമായി ജൂതനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് അയാൾ തന്നെയാണ് എടുത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിധി പറയാൻ ഒരുങ്ങുകയാണ്. കാരണം തൊണ്ടി മുതലോടുകൂടിയാണ് അയാൾ പിടിക്കപ്പെട്ടിരിക്കുന്നത്. അയാൾ പറയുന്നുണ്ട്, ഞാനൊരിക്കലും ഇത് എടുത്തിട്ടില്ല, എനിക്കിത് അറിയില്ല, എങ്ങനെയാണ് ഇതെന്റെ വീട്ടിൽ വന്നത് എന്ന് എനിക്കറിയില്ല എന്നാൽ അയാൾ പറയുന്നുണ്ടായിരുന്നെങ്കിലും സാഹചര്യ തെളിവുകൾ അയാൾക്ക് എതിരായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യഹൂദൻ കുറ്റക്കാരനാണ്, നേരത്തെ ആരോപിതനായ ഈ വ്യക്തി, മുസ്ലിമായി അറിയപ്പെട്ടിരുന്ന വ്യക്തി, അയാൾ നിരപരാധിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിധി പറയാൻ ഒരുങ്ങിയ സമയത്താണ് പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. പ്രവാചകരെ, അങ്ങേക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, അങ്ങ് വിചാരിക്കുന്നത് പോലെയല്ല, ഈ യഹൂദൻ നിരപരാധിയാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം, 7 ആകാശത്തിനപ്പുറത്ത് നിന്നൊരു യഹൂദന്റെ നിരപരാധിത്വം സാക്ഷിയിട്ട് ഉറപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ വിധി പറയുന്നതിൽ നിന്ന് തടയുകയാണ്. നിങ്ങളുടെ മുമ്പിൽ മുസ്ലിമായി അഭിനയിക്കുന്ന ഈ മനുഷ്യൻ, മുസ്ലിമായി അറിയപ്പെടുന്ന ആൾ, അദ്ദേഹം മുസ്ലിമായിട്ടാണ് അറിയപ്പെടുന്നത്, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ അത് എടുത്തത്, അദ്ദേഹം വഞ്ചകനാണ്, അദ്ദേഹം കബളിപ്പിക്കുകയാണ്, ഒരു നിരപരാധിയെ ബലി കൊടുക്കാൻ ശ്രമിക്കുകയാണ്, മോഷ്ടിച്ച ശേഷം ആ കുറ്റം അയാൾ നിഷേധിക്കുകയാണ്, അയാൾ യഥാർത്ഥത്തിൽ മോഷ്ടാവ് തന്നെയാണ് എന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്കെതിരെ വിധി പ്രഖ്യാപിക്കുകയും അയാൾ കുറ്റക്കാരനാണെന്ന് പറയുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിച്ചതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമാപണം നടത്തുകയും
പറയുകയും ഒക്കെ ചെയ്തത് ഈ പരിശുദ്ധ ഖുർആൻ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് നടന്നത് നമ്മൾക്ക് നിവേദനങ്ങളിൽ വളരെ കൃത്യമായി കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് വരും, അതിൽ നല്ല വാക്ചാതുരിയുള്ളവർക്ക് ചിലപ്പോൾ എന്നെ കബളിപ്പിക്കാൻ കഴിയും. ഇതൊക്കെ ഏത് കോടതിയിലും നല്ലൊരു വക്കീലുണ്ടായാൽ, നല്ലൊരു അഭിഭാഷകനുണ്ടായാൽ ന്യായാധിപനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും എന്ന് നമുക്കറിയാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, പക്ഷേ അതിന് നിങ്ങൾ നിൽക്കരുത്, കാരണം ഞാൻ നിങ്ങൾക്ക് അന്യായമായി എന്തെങ്കിലും വകവെച്ച് തന്നാൽ അത് പരലോകത്ത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ എന്നെ വാക്ചാതുരി കൊണ്ട് കബളിപ്പിച്ച് എന്തെങ്കിലും നേടിയെടുക്കുന്നവർ നന്മയല്ല നേടിയെടുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വ്യക്തമാണ്. ആ മുസ്ലിം പ്രജകളോടുള്ള, പൗരന്മാരോടുള്ള, യഹൂദരടക്കമുള്ള ആളുകളോടുള്ള ഇസ്ലാമിന്റെ സമീപനം, അവരോട് അനീതി ഉണ്ടാകരുത്, അവരെ അന്യായമായി അപരാധികളായി ചിത്രീകരിക്കരുത് എന്ന നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഉജ്ജ്വലമായി ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. والذين معه أشداء على الكفار رحماء